ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് എം.എൽ.എ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നു പോലീസ്. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ പോലീസ് എതിർക്കും. ഇടവേള ബാബു, മുകേഷ് എന്നിവർക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് എം.എം.എയുടെ ഓഫീസിലും പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ മുകേഷിനെ ചോദ്യം ചെയ്യണം എന്നാണ് പോലീസ് പറയുന്നത്. മുൻകൂർ ജാമ്യത്തെ എതിർക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ എങ്ങനെ പോകുന്നു? എം.എം.എയുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത് എന്തുകൊണ്ടാണ്? ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ എന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു പോലീസിന്റെ നീക്കം? പൂജ, നടന്മാർക്കെതിരെയുള്ള പീഡന കേസുകളിൽ കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിൽ മുകേഷിനെതിരെയുള്ള പീഡന കേസിൽ മുകേഷിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പോലീസ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മുകേഷിന്റെ വില്ലയിലടക്കം പരിശോധന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം. ഇതിന്റെ ഭാഗമായി നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു സത്യവാങ്മൂലമായി നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കും. അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കുകയും ചെയ്യും. ഇടവേള ബാബുവിനെതിരെയുള്ള കേസുകളിലും നടപടികൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ വിവിധ കേസുകളിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമ്മയുടെ ഓഫീസിൽ, താരസംഘടനയായ അമ്മയുടെ ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. ഏകദേശം 2 മണിക്കൂറോളം പരിശോധന നീണ്ടു. ഇതിൽ ഈ ഇടവേള ബാബു ചുമതലയുണ്ടായിരുന്ന സമയത്ത് അവിടെ ഈ അമ്മയിൽ അംഗത്വം എടുക്കാൻ എത്തിയപ്പോൾ ദുരനുഭവം ഉണ്ടായി എന്നാണ് പരാതിക്കാരി പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇടവേള ബാബുവിനടക്കം ഇതിൽ സംഘടനയുടെ ചുമതല, ഔദ്യോഗിക ചുമതല ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ, മുകേഷിന് അന്നത്തെ കാലത്ത് മുകേഷും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ, ഇതുൾപ്പെടെയുള്ള വിവിധ രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ പരിശോധനകൾ ഇന്നും ഉണ്ടാകും. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം.